24 കണക്ട് സ്ത്രീകൾക്കായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് കൊച്ചി തേവര SS കോളേജിൽ തുടക്കമാകുന്നു. കോളേജിലെ നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. നേരത്തെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി 24 സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ സ്വയം പ്രതിരോധ പരിശീലന പരിപാടികൾക്ക് തുടക്കമിട്ടിരുന്നു. വിഷ്ണു സുരേഷ് തേവര SS കോളേജിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. വിഷ്ണു സുരേഷ്, അവിടെ അത്യാവശ്യത്തിലധികം പെൺകുട്ടികളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ലൈവായിട്ട് പറയുമ്പോൾ? SKN24 കണക്ട് കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമ്മുടെ വാർഷിക ദിനത്തിൽ ഡിസംബർ 8-ാം തീയതിയാണ് ഈ സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധം ഉറപ്പാക്കുന്ന പരിശീലന പരിപാടികൾ നടത്തിയത്. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതിന് രണ്ടാം ഘട്ടം നിലവിൽ ആരംഭിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യം നടക്കുന്ന രണ്ടാം ഘട്ടം തുടങ്ങിയിരിക്കുന്നത് തേവര സേക്രഡ് ഹാർട്ട് കോളേജിലാണ്. സേക്രഡ് ഹാർട്ട് കോളേജിലെ NSS വിഭാഗവും അതോടൊപ്പം ഇവിടുത്തെ കോളേജ് വിദ്യാർത്ഥികളും സംയുക്തമായാണ് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉണ്ണികൃഷ്ണൻ സാറാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. 24ന്റെ ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. എങ്ങനെയുണ്ട് പരിശീലനം? പിള്ളേരൊക്കെ ഉഷാറാണോ? നല്ല രീതിയിൽ പരിശീലനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവര് ഒരു തുടക്കക്കാരായതിൻ്റെ പിന്നെ പലരും മാർഷൽ ആർട്സ് പഠിക്കാത്തതിൻ്റെ ഇതിൻ്റെ കരാട്ടയുടേതായ സെൽഫ് ഡിഫെൻസ് ഇവരെ നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ ലക്ഷ്യം. കാരണം കരാട്ടയുടെ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുത്തിട്ട് വേണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിദ്യാർത്ഥികളാണ്. സ്ത്രീകൾ വലിയ പ്രതിസന്ധികളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പരിശീലനമൊക്കെ? എങ്ങനെയുണ്ട് പരിശീലനം? എന്താണ് ഈ ഘട്ടത്തിൽ പരിശീലനത്തെ കുറിച്ച് പറയാനുള്ളത്? ഈ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഗുണമൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. അല്ല, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവണ്ടല്ലോ. അപ്പം നമുക്ക് സെൽഫ് ഡിഫെൻസ് ക്ലാസ് ഏറ്റവും ബെസ്റ്റാണ്, വേണ്ടതാണ്. എന്താണ് എങ്ങനെയുണ്ട്? പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ വലിയ ടഫാണോ? ഇല്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് പഠിക്കാൻ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം ഞങ്ങൾ NSS വോളണ്ടിയേഴ്സ് ആണ്, അതിന്റെ ഭാഗമായിട്ട് വന്നത്. പിന്നെ ഇത് പഠിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് സ്ത്രീകളൊക്കെ വലിയ പ്രതിസന്ധികളൊക്കെ നേരിടുന്ന ഒരു സമയത്ത് ഈ മാർഷൽ ആർട്സ് കൊണ്ട് പ്രതിരോധിക്കാനാകുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ കുറേയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരിക്കും. ഇപ്പൊ തുടക്കക്കാർക്ക് പെട്ടെന്ന് ഇതൊക്കെ വന്നെന്നില്ലല്ലോ, പക്ഷെ പഠിച്ചാൽ ഓക്കെ ആവും. 100-ലധികം വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നത്. പരിശീലനം പുരോഗമിക്കുകയാണ്. 8:45 ആണ് ആരംഭിച്ചത്. 9:00 അവസാനിക്കും. സംസ്ഥാനത്തിന്, അതായത് എല്ലാ ജില്ലകളിലും രണ്ടാം ഘട്ട പരിശീലന പരിപാടികൾ 24 കണക്റ്റിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ അത്തരം മാർഷൽ ആർട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ്. എല്ലാ ജില്ലയിലും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. കൊച്ചി തേവര SS കോളേജിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 24 കണക്റ്റിൻ്റെ ശൃംഖലയിൽ അണിചേരാൻ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് വിളിക്കാൻ നമ്പറുണ്ട്. 8111991602. ഒരിക്കൽ കൂടി പറയാം, 8111991602. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ നമ്പർ കാണാം. ഇതല്ലെങ്കിൽ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് ബന്ധപ്പെടാം. 24connect@24news.com. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുകയോ ഇമെയിൽ അയക്കുകയോ ചെയ്താൽ നിങ്ങളുടെ എല്ലാവിധമായ സംശയങ്ങളും മാറും. അപ്പോൾ സംശയങ്ങൾ മാറ്റും, നമുക്കിതിൽ അണിചേരുകയും ചെയ്യാം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നിവർത്തി പിടിക്കാൻ സഹായത്തിൻ്റെ ഒരു കുട, സൗഹൃദത്തിൻ്റെ ഒരു കുടയായിട്ട് ഈ 24 കണക്റ്റ് മാറും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒരുപാട് ആളുകൾ ഇതിൽ അംഗങ്ങളാകുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനത്തിൽ വന്ന എല്ലാ ആളുകളും ഇതിൽ അംഗങ്ങളാണ്. അതിനായി പേര് രജിസ്റ്റർ ചെയ്ത ആളുകളും അംഗങ്ങളാകും. അതുപോലെ കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മുടെ ജില്ലാ സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിൽ വരുന്ന ആളുകളൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ അംഗങ്ങളാകും. അപ്പോൾ നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് ഈ സമൂഹത്തിൽ. നമ്മളെ ഈ ചെറിയ ജീവിതത്തിൽ ജനത്തിനും മനത്തിനും ഇടയിലുള്ള ഒരു ചെറിയ തൂക്കുപാലമല്ലേ, ഒരു നൂൽപ്പാലമാണ് ശരിക്കും ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിനിടയിൽ ഈ ചെറിയ കാലത്ത് നമ്മൾ ഈ മണ്ണിലുണ്ടാകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ഒരു യാത്രയുടെ ഭാഗമാണ് ഈ 24 കണക്ട്.